ഹായ്, ആദി കുട്ടൂസ് വേർഡിലേക്ക് സ്വാഗതം. വീഡിയോ ഇട്ടിട്ടൊക്കെ ഒരുപാട് നാളാവും. ഇന്നും പല്ലുവേദനയും ഇങ്ങനെയൊക്കെ ഒരേ ഇതാണ്. പല്ല് പൊടിഞ്ഞിരിക്കുന്ന പല്ലല്ല, അല്ലാതെ നല്ല കണ്ടാൽ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന പല്ലിനാണ് വേദന മൊത്തം. വേദനയെന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങിയിട്ടൊക്കെ ഒത്തിരി ദിവസമായി വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആശുപത്രിയിൽ പോയി കാണിച്ച് ഇനി എക്സ്റേ എടുക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എനിക്ക് തലകുന്നിരിക്കാൻ എനിക്ക് തല ഇറങ്ങണം. എനിക്ക് ഒരു മാസത്തിൽ കൂടുതലാവും. വന്നിട്ട് ഇങ്ങനെ കൊണ്ടു കിടക്കുക. എന്തോ എനിക്കങ്ങ് ഇടയ്ക്കിടയ്ക്കങ്ങ് എന്തരാണെന്ന് വെച്ചാൽ എനിക്കൊരു മൈൻഡ് റെഡിയല്ലാത്തത് പോലുള്ള ഇടയ്ക്കിടയ്ക്കാണ് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കവും വരുന്നില്ല. എന്താണ് സംഭവിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. കുറച്ച് ദിവസം കൊണ്ടങ്ങ് ഒരു വല്ലാത്തൊരു കുറേ നാളുകൊണ്ടേ ഇങ്ങനെയാണ്, ഒരു മൈൻഡ് റെഡിയല്ലാത്ത കണക്കും കൂടി പോകും. അപ്പോൾ നമ്മൾ കുഞ്ഞുവാവേന മോയും 2 ദിവസത്തെ വന്ന് എൻ്റെ കുഞ്ഞുവാവയെ കൊണ്ടുപോയി, എൻ്റെ പൊന്നുമോളെ കൊണ്ടുപോയി. അതിൽ തന്നെ എനിക്ക് വളരെ 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 സന്തോഷം. ഇപ്പം അമ്മയും അച്ഛനും മക്കളും ഒരു സ്ഥലത്തല്ലെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ സൗദിയിലായി. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഒരിതുണ്ട്. ഇപ്പം എൻ്റെ കൊച്ചുങ്ങളെ അച്ഛനും അമ്മയ്ക്കും ആയാലും എൻ്റെ മോനും മരുമോൾക്കും ആയാലും അവർക്ക് തന്നെ ഇപ്പം അത് എന്ത് സന്തോഷം. മരുമോൾക്കായാലും അവളെ കൊച്ചുങ്ങൾ അവിടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ മോനായാലും അവൻ്റെ മക്കൾ അവിടെ അടുത്തുണ്ട് എന്നതിലുപരി അതേപോലൊരു സന്തോഷം ഇനി ഉണ്ടാവാനുണ്ടോ? അതാണല്ലോ ഏറ്റവും വലിയൊരു അവർക്കുള്ള ഏറ്റവും വലിയൊരു ഇത് അല്ലേ. അവർ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഇതാവുന്നു. കുഞ്ഞുങ്ങൾ എത്രയായാലും പറഞ്ഞ കണക്ക് അച്ഛൻ്റെയും അമ്മേരെയും അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ഇതാകുന്ന കണക്ക് ഒരിക്കലും വേറൊരാളെ അവളെ അമ്മേരുടെ അടുത്തായാലും എങ്ങനെയായാലും അവരുടെ അടുത്ത് നിൽക്കുന്ന കണക്ക് എത്രയായാലും പറ്റില്ല. എനിക്ക് മോളായപ്പോഴേ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെയും കൊണ്ടുപോകണേ എന്നുള്ളവർ. എൻ്റെ പൊന്നുമോള് ഞാൻ മെനിയാന്ന് കാണിച്ചു തന്നപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ മോള് കിടന്ന് ചിരിക്കുന്ന കട്ടിലിൽ എനിക്കത് കണ്ടപ്പം എൻ്റെ മനസ്സ് നിറഞ്ഞു. നമ്മളാഗ്രഹവും അത് ഞാൻ അന്നോട്ടേ ഞാൻ പറയുന്നൊരു കാര്യം അതാണ്, എങ്ങനെയെങ്കിലും കൊണ്ടുപോകണേ എന്ന് എന്നെയായിരുന്നു. കൊണ്ടുപോകാൻ താമസിച്ചു. ഞാനൊരു ദിവസം വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് കഴിഞ്ഞേ കൊണ്ടുപോകണുള്ളത്. അത് കേട്ടപ്പം ഞാൻ വിളിച്ച് എൻ്റെ മോനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് ആര് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ എന്നെ വഴക്ക് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് സത്യം എൻ്റെ കൊച്ചുങ്ങൾ പറഞ്ഞ കണക്ക് അവർ എൻ്റെ മക്കൾ നല്ലപോലെ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണുമ്പോഴല്ലേ നമുക്കും സന്തോഷമുള്ളൂ. കാര്യം എൻ്റെ മക്കളാണല്ലോ നമുക്ക് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഏത് കാര്യങ്ങളായാലും അവരില്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് എന്ത് കാര്യങ്ങൾ നേടണമെങ്കിലും ഇപ്പോൾ എന്ത് കാര്യമായാലും എൻ്റെ മോനായാലും മരുമോളായാലും മരുമോനായാലും എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും എൻ്റെ മോനും മരുമോളും തന്നെയാണ് മെയിനായിട്ട് ആദ്യം എല്ലാ കാര്യങ്ങളും ഇതാക്കുന്നത്. ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് എല്ലാവരും തിരിച്ചേ ശ്രദ്ധിക്കും. ആ ഒരു ഇത് എല്ലാവരും എൻ്റെ മക്കളെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിനൊരു സന്തോഷമാവുന്നത്. പിന്നെ എനിക്കെന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതെല്ലാം എൻ്റെ വരുമ്പോൾ എനിക്കെല്ലാം കൊണ്ടുതരികയും എനിക്ക് ഒരു ആവശ്യമുള്ള സാധനങ്ങളായാലും എൻ്റെ മക്കളെനിക്ക് വരുമ്പം കൊണ്ടു തരുന്നുണ്ട്. എനിക്ക് വരുമ്പം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ മേടിച്ച് തരും. ഇപ്പം തന്നെ എൻ്റെ കൊച്ചുങ്ങളെയും കൊണ്ടുപോയി. അവർക്ക് എന്തുമാത്രം പൈസ ചിലവ്, അവിടെ വീടെടുത്തവർ താമസിക്കുന്നു. എന്നെ നമുക്ക് നാട്ടിലെ കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഉള്ള കണക്കൊക്കെ ഒരു പരുവത്തിന് ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞ് പോകുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ആപത്തുകളും കൂടെയൊക്കെ വന്ന് കയറുന്നു. തിരിച്ചും മറിച്ചും കടവും മറിച്ചൊക്കെ ഒരു പരുവത്തിലൊക്കെ അങ്ങ് പോകും.
പഴയതുപോലെയല്ല. 10 രൂപ കയ്യിലെടുക്കുമ്പോൾ അടുത്ത 10 രൂപ എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ടേ എടുക്കാറുള്ളൂ. അങ്ങനെയാണ് ഒരു ജീവിതം. അല്ലാതെ മനുഷ്യൻ്റെ ഒരു രീതികൾ മുന്നോട്ട് പോകുമ്പം നമ്മളെ മുഖത്തിന് വെട്ടമുണ്ടെന്നോ വെളിച്ചമുണ്ടെന്നോ അല്ലെങ്കിൽ മുഖത്തിന് സൗന്ദര്യം ഉണ്ടെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മക്കൾ അവർ നല്ലതുപോലെ ജീവിച്ച് കണ്ട് അവർക്ക് ഒരു സന്തോഷമുണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സിനും നമ്മുടെ മുഖത്തിനും ഒരു സൗന്ദര്യവും ഒരു സന്തോഷവും ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ ഒരു മനസ്സിൻ്റെ ഉടമയാകുന്നത്. പിന്നെ നമ്മളെക്കൊണ്ട് തെറ്റിക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സ് തെറ്റിക്കാൻ വേണ്ടി ചിലർ നമ്മളടുത്ത് വന്നിരുന്ന് ഓരോന്ന് ചൊറിയുന്ന വർത്തമാനങ്ങൾ പറയാറുണ്ട്. എന്തിനാണ്? നമ്മളേന്നൊന്നിട്ട് അവിടെ നിന്നൊന്നെടുത്ത് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട്. ചിലപ്പം അറിയാതെ നമ്മളെ വായിൽ നിന്ന് വീണാൽ അതിൽ കുറച്ച് കൂടെ ഇട്ട് ചേർത്ത് കൊണ്ട് കൊടുക്കുമെന്ന് കറക്റ്റായിട്ടറിയാം. അങ്ങനെ ചില ഇതുണ്ട്. അതൊക്കെ സ്വാഭാവികം. ഇതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. എന്തായാലും എൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ. എൻ്റെ മക്കൾക്ക് നല്ലത് വരട്ടെ. എൻ്റെ 4 മക്കൾക്കും എൻ്റെ കുഞ്ഞുമക്കൾക്കും ഭഗവാനേ നല്ലത് മാത്രം വരട്ടെ. അപ്പം പല്ലുവേദന ആയതുകൊണ്ടാണ് ഇന്നിപ്പോൾ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും തല പൊക്കാൻ വയ്യ, തലപ്പെഴുപ്പും തലവേദനയും. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നിട്ട് ഇത് കുഞ്ഞ് വീഡിയോ ഞാൻ ഇടാമെന്ന്. അപ്പോൾ ഇതൊക്കെ കുറഞ്ഞതിന് ശേഷം ഞാൻ നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം ബാക്കി വിശേഷം അടുത്തതിൽ. ടാറ്റാ, ബായ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ചരടുകെട്ട് വീഡിയോ ഇട്ടില്ലെന്നും പറഞ്ഞ് ഒത്തിരി പേരിപ്പം മെനിഞ്ഞാന്നും 2 വാട്സപ്പിൽ എനിക്ക് 2 മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട് തരും. എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.